ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വില്ലിലെ റീവാലുവേഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. റീവാലുവേഷൻ മെത്തേഡ്, പുനർമൂല്യനിർണ്ണയ രീതി. ദിസ് മെത്തേഡ് ഈസ് ഫോളോഡ് when the new partner does not bring in his share of goodwill in cash. പുതിയ പാർട്ണർ ഗുഡ്വില്ലിൻ്റെ മൂല്യത്തിനായിട്ടുള്ള തൻ്റെ ഓഹരി പണമായി കൊണ്ടുവരാത്ത സാഹചര്യത്തിലാണ് ഈ റീവാലുവേഷൻ മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഇൻ സച്ച് എ സിറ്റുവേഷൻ ദ ഗുഡ്വിൽ അക്കൗണ്ട് ഈസ് റേസ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് by crediting the old partners in the old profit sharing ratio. ഈ സാഹചര്യത്തിൽ സ്ഥാപനത്തിൻ്റെ ഗുഡ്വില്ലിൻ്റെ മൂല്യം നിർണ്ണയിക്കുകയും ആ തുക പൂർണ്ണമായും കണക്കിലെഴുതുകയും ചെയ്യുന്നു. ഇതിനായി ഗുഡ്വിൽ അക്കൗണ്ടിന് ഡെബിറ്റ് നൽകുകയും പഴയ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടുകൾക്ക് അവരുടെ പഴയ ലാഭ അനുപാതത്തിൽ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ക്രെഡിറ്റ് നൽകുകയും വേണം. മനസ്സിലായില്ലേ? അതായത് ഈ മെത്തേഡിൽ പുതിയ പാർട്ട്ണർ ഗുഡ്വിൽ കൊണ്ടുവരുന്നില്ല, ക്യാഷിൻ്റെ ഫോമിൽ ഗുഡ്വിൽ കൊണ്ടുവരുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സ് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഗുഡ്വിൽ അക്കൗണ്ട് റേസ് ചെയ്യും. ഇവിടെ അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഒന്ന്, നോ ഗുഡ്വിൽ അപ്പിയേഴ്സ് ഇൻ ബുക്സ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അതായത് അഡ്മിഷൻ്റെ സമയത്ത് ഗുഡ്വിൽ ഒന്നും ബുക്കിലില്ല. നോ ഗുഡ്വിൽ അപ്പിയേഴ്സ് ഇൻ ദ ബുക്ക് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. ഇനി അതുപോലെ തന്നെ മറ്റൊന്ന്, ഗുഡ്വിൽ ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ബുക്സ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അഡ്മിഷൻ്റെ സമയത്ത് ബുക്കിൽ ഗുഡ്വിൽ ഉണ്ട്. അപ്പം രണ്ട് പോസിബിലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ഗുഡ്വിൽ ബുക്കിൽ ഇല്ല, അഡ്മിഷൻ്റെ ടൈമിൽ ബുക്സ് ഓഫ് അക്കൗണ്ടുകളിൽ ഗുഡ്വിൽ ഇല്ല. മറ്റൊന്ന്, അഡ്മിഷൻ്റെ ടൈമിൽ ഗുഡ്വിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി ഈ രണ്ട് രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമുക്കിവിടെ നോക്കേണ്ടത്. ഒന്ന്, when no goodwill exists in the books, ഗുഡ്വിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പുതിയ പാർട്ണർ ഗുഡ്വിൽ കൊണ്ടുവന്നിട്ടില്ലല്ലോ, അപ്പോൾ ഗുഡ്വിൽ അതിൻ്റെ ഫുൾ വാല്യൂവിൽ റേസ് ചെയ്യും. അപ്പോൾ വരുന്ന അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത്, ഗുഡ്വിൽ ഫുൾ വാല്യൂവിൽ റേസ് ചെയ്യുമ്പോൾ എങ്ങനെ എൻട്രി വരുന്നത്, ഗുഡ്വിൽ റേസ് ചെയ്യുമ്പോൾ ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് വരേണ്ടത്. അതായത് ഗുഡ്വിൽ റേസ്ഡ് അറ്റ് ഫുൾ വാല്യൂ ഇൻ ദ ഓൾഡ് റേഷ്യോ. അപ്പോൾ ഓൾഡ് റേഷ്യോയിലായിരിക്കും അത് കൊടുക്കേണ്ടത്. അതായത് നിലവിൽ, ഒന്നുകൂടി പറയാം, ഗുഡ്വിൽ ബുക്കിൽ ഇല്ല എങ്കിൽ പുതിയ പാർട്ട്ണർ ഗുഡ്വിൽ കൊണ്ടുവരുന്നില്ല, അപ്പോൾ ഗുഡ്വില്ലിനെ അതിൻ്റെ ഫുൾ വാല്യൂവിൽ റേസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഗുഡ്വിൽ ദസ് റേസ്ഡ് ഷാൽ അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദി ഫെയിം അറ്റ് ഇറ്റ്സ് ഫുൾ വാല്യൂ. ഫുൾ വാല്യൂവിൽ നമ്മൾ ആദ്യം റേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് ഈ പ്രോബ്ലം നോക്കുമ്പോൾ കുറേ കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. നോക്കുക, അഹൂജ ആൻഡ് ബറുവ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫെയിം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. 3:2 എന്ന അനുപാതത്തിൽ ലാഭവും നഷ്ടവും പങ്കിട്ടിരുന്ന രണ്ട് പാർട്ട്നേഴ്സ് ആയിരുന്നു അഹൂജയും ബറുവായും. ദേ ഡിസൈഡഡ് ടു അഡ്മിറ്റ് ചൗധരി ഇൻ ടു പാർട്ണർഷിപ്പ് ഫോർ 1/5 ഷെയർ ഓഫ് പ്രോഫിറ്റ്സ് വിച്ച് ഹി അക്വയേഴ്സ് ഈക്വലി ഫ്രം അഹൂജ ആൻഡ് ബറുവ. ഇപ്പോൾ ചൗധരിയാണ് പുതിയ പാർട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നത്. 1/5 ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഗുഡ്വിൽ ഈസ് വാല്യൂഡ് അറ്റ് ₹30,000. ഗുഡ്വില്ലിൻ്റെ വാല്യൂ 30,000 ആണ്. ചൗധരി ബ്രിങ്സ് ഇൻ ₹16,000 ആസ് ഹിസ് ക്യാപിറ്റൽ ബട്ട് ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു ബ്രിങ് എനി എമൗണ്ട് ഫോർ ഗുഡ്വിൽ. ചൗധരി 16,000 രൂപയാണ്, 16,000 ആണ് ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നത്. പക്ഷേ ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് കൊണ്ടുവരാനുള്ള യാതൊരു അവസ്ഥയും ചൗധരിക്ക് ഉണ്ടായിരുന്നില്ല, കൊണ്ടുവരാൻ പറ്റുകയില്ലായിരുന്നു. നോ ഗുഡ്വിൽ അക്കൗണ്ട് എക്സിസ്റ്റ് ഇൻ ബുക്സ് ഓഫ് ദ ഫെയിം. ബുക്കുകളിൽ ഗുഡ്വില്ലിൻ്റെ അക്കൗണ്ട്
ഇല്ലായിരുന്നു താനും. ഗുഡ് വിൽ അക്കൗണ്ട് ഈസ് ടു ബി റേസ്ഡ് ടു ഫുൾ വാല്യൂ. നമ്മളോട് പറയുന്നു ഗുഡ് വിൽ അക്കൗണ്ട് ഫുൾ വാല്യൂവിൽ റേസ് ചെയ്യാൻ പറയുന്നു. റെക്കോർഡ് ദ നെസസറി ജേർണൽ എൻട്രി. ഈ ഒരു സാഹചര്യത്തിൽ ജേർണൽ എൻട്രി റെക്കോർഡ് ചെയ്യാനാണ് പറയുന്നത്. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഗുഡ് വില്ല് വന്നിട്ടില്ല, അതുകൊണ്ട് ഗുഡ് വില്ല് ഫുൾ വാല്യൂവിൽ റേസ് ചെയ്യാനായിട്ട് പറയുന്നു. ഗുഡ് വില്ലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് നമുക്ക് 30,000. അപ്പോൾ ഇനി നമുക്ക് അതിനകത്ത് ചൗധരിയുടെ ഷെയറാണ്, ചൗധരി അല്ലേ പുതിയ പാർട്ണർ. അപ്പോൾ ചൗധരി ആദ്യം ക്യാപിറ്റൽ കൊണ്ടുവന്നതിൻ്റെ എൻട്രി എഴുതണം. അപ്പോൾ എങ്ങനെയാണ്? ചൗധരി ബ്രിങ്സ് 16,000, 16,000 എന്തായിട്ട് വന്നിരിക്കുന്നത് ക്യാപിറ്റൽ. അതിൻ്റെ എൻട്രി ആദ്യം എഴുതുക. എന്തെന്നാണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റ ടു ചൗധരീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, എമൗണ്ട് ബ്രോട്ട് ഫോർ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഇനി ഗുഡ് വിൽ ഈസ് വാല്യൂഡ് അറ്റ് ₹30,000. ഗുഡ് വില്ലിൻ്റെ വാല്യൂ എത്രയാണ്? 30,000 ആണ്. അപ്പോൾ ഇത് ഫുൾ വാല്യൂവിൽ റേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഗുഡ് വിൽ അക്കൗണ്ട് നമ്മൾ റേസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ഗുഡ് വിൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. പിന്നെ ഇപ്പം എന്തൊക്കെയാണ്? ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നല്ലേ. അപ്പം ഓൾഡ് പാർട്ട്നേഴ്സിനാകുമ്പോൾ ഏത് റേഷ്യോയിലാണ്? ഇവിടെ പുതിയ പാർട്ണറിൻ്റെ സാക്രിഫൈസിങ് ഒന്നും അല്ല, ഇവിടെ ഏത് റേഷ്യോയിലാണ്? ഓൾഡ് റേഷ്യോയിലാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്? ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ ടു അഹൂജാസ് ക്യാപിറ്റൽ അക്കൗണ്ട് 18,000, ബർവാസ് ക്യാപിറ്റൽ അക്കൗണ്ട് 12,000. അതായത് അവരുടെ ഓൾഡ് റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 3:2 ആണ്. അപ്പോൾ 3:2 30,000 30,000 ഇൻറ്റു 3/5 30,000 ഇൻറ്റു 2/5. അപ്പോൾ 18,000 12,000 കിട്ടും. അപ്പോൾ ഒന്നുമില്ല, ഗുഡ് വില്ല് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇല്ല എന്ന് പറയുന്നു. നമ്മളോട് അത് ഫുൾ വാല്യൂവിൽ റേസ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റ ടു അഹൂജാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബർവാസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പം ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ എൻട്രി രേഖപ്പെടുത്തുന്നത് കേട്ടോ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഇത് പ്രോബ്ലമായിട്ട് അങ്ങനെ ചോദിക്കാറില്ല. ജസ്റ്റ് നമ്മൾ ഈ മെത്തേഡ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. സിലബസിലുള്ളത് കാരണം അങ്ങ് പറയുന്നത് മാത്രം. ഇനി മറ്റൊരു കേസ് എന്ന് പറയുന്നത് വെൻ ഗുഡ് വിൽ ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ദ ബുക്സ്. ആദ്യം ബുക്സിൽ ഇല്ല എന്നുള്ള കേസല്ലേ പറഞ്ഞത്. ഇനി അഡ്മിഷൻ്റെ സമയത്ത് ഗുഡ് വിൽ ഓൾറെഡി ബുക്സിൽ ഉണ്ടെങ്കിൽ അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. അതായത് ഗുഡ് വിൽ ഓൾറെഡി ബുക്കിൽ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെന്നാൽ ആ ഒരു എഗ്രീഡ് എമൗണ്ടും അതേപോലെ തന്നെ ബുക്കിലുള്ള വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കും. അത് തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണോ അതനുസരിച്ച് നമ്മൾ എൻട്രി കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ ബുക്കിലുള്ള വാല്യൂ കുറവാണെങ്കിൽ, ലെസ് ആണെങ്കിൽ അതിൻ്റെ എഗ്രീഡ് വാല്യൂ കൂടുതലുമാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ് വില് എഗ്രീഡ് വാല്യൂ റേസ് ചെയ്യണം. അപ്പോഴുള്ള എൻട്രി എന്ന് പറയുന്നത് ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് എൻട്രി കൊടുക്കേണ്ടത്. അതായത് വെൻ ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഈസ് ലെസ് ദാൻ ദ എഗ്രീഡ് വാല്യൂ. അതായത് ഗുഡ് വില്ല് ഇപ്പം ബുക്കിലുള്ള വാല്യൂ ഓഫ് ഗുഡ് വിൽ അപ്പിയർ ഇൻ ദ ബുക്ക് ഈസ് ലെസ് ദാൻ ദ എഗ്രീഡ് വാല്യൂ. ആ ബുക്കിലുള്ള വാല്യൂ എഗ്രീഡ് വാല്യൂവിനേക്കാൾ കുറവാണ് എങ്കിൽ, അതായത് എഗ്രീഡ് വാല്യൂ ആണ് കൂടുതൽ, അങ്ങനെ വരുമ്പോൾ ഗുഡ് വില്ല് എഗ്രീഡ് വാല്യൂവിൽ നമ്മൾ എന്ത് ചെയ്യണം? റേസ് ചെയ്യണം. ഗുഡ് വില്ല് നമ്മളോട് പറഞ്ഞിരിക്കുന്ന എഗ്രീഡ് വാല്യൂ നമ്മൾ ആദ്യം റേസ് ചെയ്യണം. ഗുഡ് വില്ല് റേസ് ചെയ്യുമ്പോൾ എൻട്രി എന്താണ്? ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. ഇനി അത് കഴിഞ്ഞാൽ വേറൊരു കേസ് വരാം. നോക്കിക്കേ, വെൻ ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഈസ് മോർ ദാൻ ദ എഗ്രീഡ് വാല്യൂ. എന്ന് വെച്ചാൽ എന്താ? അതായത് ബുക്കിൽ ഗുഡ് വില്ല് കൂടുതലും, അതായത് ബുക്കിലുള്ള ഗുഡ് വില്ല് കൂടുതലും അതിൻ്റെ എഗ്രീഡ് വാല്യൂ കുറവുമാണെങ്കിൽ, എഗ്രീഡ് വാല്യൂ എന്ന് പറയുന്നത് കുറവുമാണെങ്കിൽ, അതായത് വെൻ ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഈസ് മോർ ദാൻ ദ എഗ്രീഡ് വാല്യൂ. അപ്പം ബുക്കിലുള്ള വാല്യൂ ആണ് കൂടുതൽ, എഗ്രീഡ് വാല്യൂ കുറഞ്ഞുമാണ് നിൽക്കുന്നത് എങ്കിൽ നമ്മൾ ഗുഡ് വില്ല് അതിൻ്റെ എഗ്രീഡ് വാല്യൂയിലേക്ക് കുറച്ചുകൊണ്ട് വരണം. ഗുഡ് വില്ല് നമ്മൾ അതിൻ്റെ എഗ്രീഡ് വാല്യൂയിലേക്ക് കുറച്ചുകൊണ്ട് വരണം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ തോന്നും. പക്ഷേ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഉള്ള എൻട്രി എന്ന് പറയുന്നത് എന്താണ്? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ് വിൽ അക്കൗണ്ട് എന്ന്. ഗുഡ് വിൽ ബ്രോട്ട് ഡൗൺ ടു ഇറ്റ്സ് എഗ്രീഡ് വാല്യൂ. എഗ്രീഡ് വാല്യൂയിലേക്ക് ഗുഡ് വില്ല് ബ്രോട്ട് ഡൗൺ ചെയ്ത് കൊണ്ടുവരികയാണ്.
നമുക്ക് പ്രോബ്ലം നോക്കാം, അന്നേരം നമുക്കത് കൂടുതൽ മനസ്സിലാകും. നോക്കിക്കേ, രാം ആൻഡ് രഹീം ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. 3:2 എന്ന അനുപാതത്തിൽ ലാഭവും നഷ്ടവും പങ്കിട്ടിരുന്ന രണ്ട് പാർട്ട്നേഴ്സാണ് രാമും റഹീമും. രാഹുൽ ഈസ് അഡ്മിറ്റഡ് ഇൻ ടു പാർട്ട്ണർഷിപ്പ് ഫോർ 1/3 ഷെയർ ഇൻ പ്രോഫിറ്റ്. രാഹുലിനെ 1/3 ഷെയർ ഇൻ പ്രോഫിറ്റിനാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഹി ബ്രിങ്സ് ഇൻ ₹10,000 ആസ് ക്യാപിറ്റൽ. അദ്ദേഹം 10,000 രൂപ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു. ബട്ട് ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു ബ്രിങ് എനി എമൗണ്ട് ഫോർ ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ വിച്ച് ഹി ഹാസ് ബീൻ വാല്യൂഡ് അറ്റ് ₹30,000. പക്ഷേ യാതൊരു രീതിയിലും ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് കൊണ്ടുവരാൻ പറ്റുന്ന യാതൊരു അവസ്ഥയും അല്ലായിരുന്നു രാഹുലിന്. ഇനി ഗുഡ് വില്ല് വാല്യൂ ചെയ്തിട്ടുണ്ട് 30,000 എന്നാണ്. ഗിവ് നെസസറി ജേർണൽ എൻട്രീസ് അണ്ടർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ എല്ലാം ജേർണൽ എൻട്രി കൊടുക്കുക. എ, വെൻ ദർ ഈസ് നോ ഗുഡ് വിൽ അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഓഫ് ഫെയിം. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഗുഡ് വില്ല് അപ്പിയർ ചെയ്യുന്നില്ല എങ്കിൽ, നമ്മൾ ആദ്യം പഠിച്ചില്ലേ, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഗുഡ് വില്ല് ഇല്ല എങ്കിൽ എങ്ങനെയാണ് എൻട്രി കൊടുക്കുന്നത്. അടുത്തത്, വെൻ ദ ഗുഡ് വിൽ അപ്പിയേഴ്സ് അറ്റ് ₹15,000 ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം. ഗുഡ് വില്ല് ബുക്സിൽ അപ്പിയർ ചെയ്യുന്നത് എത്രയാണ്? 15,000 ആണ്. അടുത്തത്, വെൻ ദ ഗുഡ് വിൽ അപ്പിയേഴ്സ് അറ്റ് ₹36,000 ഇൻ ദ ബുക്സ്. ബുക്സിനകത്ത് എത്രയാണ്? 36,000 ആണെങ്കിൽ. ഗുഡ് വില്ല് 15,000 ആണ് ബുക്കിൽ അപ്പിയർ ചെയ്യുന്നത് 36,000 ആണ് എങ്കിൽ. അപ്പം നമുക്കിവിടെ എഗ്രീഡ് വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. എഗ്രീഡ് വാല്യൂ ഗുഡ് വില്ല് എന്ന് പറയുന്നത് എത്രയാണത്? ഗുഡ് വില്ല് വിച്ച് ഹാസ് ബീൻ വാല്യൂഡ് അറ്റ് എത്രയാണ്? 30,000 ആണ് നമ്മുടെ എഗ്രീഡ് വാല്യൂ എന്ന് പറയുന്നത്. ബുക്കിലെ വാല്യൂ 15,000 ആകുമ്പോഴും എങ്ങനെയാണുള്ള എൻട്രി എന്ന് കൊടുക്കണം. ബുക്ക് വാല്യൂ 36,000 ആണ് എങ്കിലും വരുന്നപ്പോഴുള്ള എൻട്രി നമ്മൾ കൊടുക്കണം. ഇവിടെ എഗ്രീഡ് വാല്യൂ എന്ന് പറയുന്നത് 30,000 എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 സാഹചര്യങ്ങളിൽ എങ്ങനെ നമ്മൾ ജേർണൽ എഴുതുമെന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ആദ്യം നമുക്ക് വെൻ ദെയർ ഇസ് നോ ഗുഡ് വിൽ അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം. ഗുഡ് വില്ല് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇല്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഗുഡ് വില്ല് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇല്ല എങ്കിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ മുമ്പേ പറഞ്ഞു തന്നില്ലേ എന്താ ചെയ്യേണ്ടത്? ഗുഡ് വില്ല് ഫുൾ എമൗണ്ടിൽ റേസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മുടെ ഗുഡ് വില്ല് എഗ്രീഡ് എമൗണ്ട് എത്രയാണ്? 30,000 ആണ്. അപ്പോൾ 30,000 വെച്ച് നമ്മൾ ഗുഡ് വില്ല് റേസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ആദ്യം രാഹുൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ടല്ലോ. രാഹുലിൻ്റെ ക്യാപിറ്റൽ എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ? 10,000 ആണ് ക്യാപിറ്റൽ. കണ്ടോ, 10,000 ആണ് രാഹുലിൻ്റെ ക്യാപിറ്റൽ. അപ്പോൾ ആദ്യം ക്യാപിറ്റൽ കൊണ്ടുവന്ന് എൻട്രി എഴുതുന്നു. എത്രയാണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു രാഹുൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് 10,000 ആണ് ക്യാപിറ്റൽ. അതുകൊണ്ട് എമൗണ്ട് ബ്രോഡ് ബൈ രാഹുൽ ആസ് ക്യാപിറ്റൽ. ഇനി ഗുഡ് വില്ല് ഇല്ലല്ലോ. ഗുഡ് വില്ലിൻ്റെ എഗ്രീഡ് എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 30,000 ആണ് എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഫുൾ എമൗണ്ടിൽ നമ്മൾ ഗുഡ് വില്ല് അക്കൗണ്ട് എന്ത് ചെയ്യാൻ പോവാണ്? റേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗുഡ് വില്ല് അക്കൗണ്ട് റേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഗുഡ് വില്ല് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പം ഗുഡ് വില്ല് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് ഏത് റേഷ്യോയിലാണ്? ഫുൾ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ കേട്ടോ. ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. അപ്പം ടു രാംസ് ക്യാപിറ്റൽ അക്കൗണ്ട് 18,000, ടു റഹീംസ് ക്യാപിറ്റൽ അക്കൗണ്ട് 12,000. അതായത് 30,000 ഇൻറ്റു അവരുടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 3:2 ആണ്. അപ്പോൾ 3:2 എന്ന് പറയുന്ന റേഷ്യോയിൽ വീതിക്കുമ്പോൾ അവിടെ എത്ര വെച്ച് വരും? 30,000 ഇൻറ്റു 3/5 അതുപോലെ തന്നെ 30,000 ഇൻറ്റു 2/5 അപ്പോൾ 12,000 അങ്ങനെ. അതായത് ഗുഡ് വില്ല് ബുക്സിൽ ഇല്ല എങ്കിൽ ഫുൾ എമൗണ്ടിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണോ അത് റേസ് ചെയ്യുന്ന എൻട്രിയാണ് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്? വെൻ ദ ഗുഡ് വിൽ അപ്പിയേഴ്സ് അറ്റ് ₹15,000 ഇൻ ദ ബുക്സ് ഓഫ് ദ ഫെയിം. ബുക്സിൽ എത്രയാണ്? 15,000 ആണ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ എഗ്രീഡ് എമൗണ്ട് എത്രയാണ്?
എഗ്രീഡ് എമൗണ്ട് ഓഫ് ഗുഡ്വിൽ എന്ന് പറയുന്നത് 30,000 ആണ് കണ്ടോ. വെൻ ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ അപ്പിയറിംഗ് ഇൻ ദ ബുക്ക്, ബുക്കിലെ വാല്യൂ എന്ന് പറയുന്നത് 15,000 ഉള്ളൂ. അത് ലെസ് ദാൻ ദ എഗ്രീഡ് വാല്യൂ എത്രയാണ്? 30,000 ആണ്. അതിലും കുറവാണ് എങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഇനി നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, ആദ്യം നമ്മൾ ആദ്യത്തെ എൻട്രിക്ക് മാറ്റമില്ല. രാഹുൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന എൻട്രിയാണ് അവിടെയും കൊടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു രാഹുൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് 10,000. ഇനി എന്താണ് ചെയ്യേണ്ടത്? വെൻ ദ ഗുഡ്വിൽ ലെസ് ദാൻ അല്ലേ, അപ്പം എഗ്രീഡ് വാല്യൂയിലാണ് നമ്മൾ റേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പം 30,000 വേണോ വേണ്ടത്? നമ്മുടെ ബുക്കിൽ എത്രയേ ഉള്ളൂ? 15,000 ഉള്ളൂ. അപ്പോൾ 15,000 കൂടി നമ്മൾ റേസ് ചെയ്യണം. അപ്പം ആ 15,000 ഗുഡ്വില്ലും കൂടി റേസ് ചെയ്യുന്ന എൻട്രി എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ 15,000 ബുക്കിൽ ഗുഡ്വില് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ എത്രയും കൂടെ കാണിക്കണം? 30,000 ആണ് എഗ്രീഡ് വാല്യൂ ഗുഡ്വില്. അപ്പം ഇനി ഒരു 15,000 കൂടി റേസ് ചെയ്യുന്ന എൻട്രി എഴുതിയാൽ എന്തായി? 30,000 ആയില്ലേ? അങ്ങനെയാണ് ഇത് ചിന്തിക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പം ഇനി 15,000 ബുക്കിൽ വന്നിട്ടുണ്ട്. ഇനി വരാനുള്ള 15,000 എമൗണ്ടിൽ ഗുഡ്വില്ല് റേസ് ചെയ്യുന്ന എൻട്രി കൊടുത്താൽ മതി. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? 15,000 ഗുഡ്വില്ല് റേസ് ചെയ്യുന്നതിൻ്റെ ഒരു എൻട്രി അങ്ങ് എഴുതിയാൽ മതി. അപ്പം ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു രാംസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റഹീംസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഗുഡ്വിൽ റേസ്ഡ് ടു ഇറ്റ്സ് എഗ്രീഡ് വാല്യൂയിലേക്ക് റേസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നേരത്തെ ബുക്കിലുള്ള 15ഉം ഇതും കൂടി ആകുമ്പോഴത്തേക്കിനും എത്ര വന്നോളും? 30,000 വന്നോളും. ഇപ്പോൾ എഗ്രീഡ് വാല്യൂ എന്ന് പറയുന്നത് 30,000 ആണ്. അപ്പോൾ 15,000 ആണ്. ഇനി ഇവിടെ 30 ആണെങ്കിൽ 15,000 കൂടിയാണല്ലോ റേസ് ചെയ്യേണ്ടത്. ആ 15,000 എടുത്തു, റേസ് ചെയ്തു. അതെന്ന് പറയുന്നത് രാമും റഹീമും ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്രയാണ്? 9,000. 15,000 ഇൻറ്റു 3/5. അതുപോലെ തന്നെ 15,000 ഇൻറ്റു 2/5 6,000. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് വെൻ ദ ഗുഡ്വിൽ അപ്പിയേഴ്സ് ഇൻ ദ ബുക്ക് അറ്റ് ₹36,000. ബുക്കിൽ ഗുഡ്വിൽ എത്രയാണ്? 36,000 ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ എഗ്രീഡ് വാല്യൂയിലേക്ക് ആക്കണം അല്ലേ? അപ്പോൾ ഇതിനെ 36,000 നിന്ന് എന്ത് ചെയ്യണം? 30,000 ആക്കണമെങ്കിൽ കുറയ്ക്കുകയാണ് വേണ്ടത്. എത്രേൻ്റെ വ്യത്യാസമുണ്ട്? 6,000 രൂപ നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പം ബുക്കിൽ 30,000 ആണ് നമ്മളോട് എഗ്രീഡ് വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗുഡ്വില്ലിൻ്റെ എഗ്രീഡ് വാല്യൂ 30,000 ആണ്. പക്ഷേ നമ്മുടെ ബുക്കിൽ അപ്പിയർ ചെയ്തിരിക്കുന്നത് 36,000 ആണ്. അപ്പം ഈ 36,000-നെ നമ്മൾ എന്ത് ചെയ്യണം? ബ്രോഡ് ഡൗൺ ചെയ്ത് 30,000-ലേക്ക് കൊണ്ടുവരണം. 30,000-ലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ എത്ര കുറയ്ക്കണം? അവിടെ 6,000 ഗുഡ്വിൽ അക്കൗണ്ടിൽ നിന്ന് പോകുന്നതായിട്ട് കാണണം അല്ലേ? ഗുഡ്വിൽ അക്കൗണ്ടിൽ. അപ്പോൾ ആദ്യത്തെ എൻട്രി സിമിലർ തന്നെ. ഏതാണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു രാഹുൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഗുഡ്വില്ലിനെ എഗ്രീഡ് വാല്യൂയിലേക്ക് കൊണ്ടുവരണം. അതായത് 30,000-ലേക്ക് കൊണ്ടുവരണം. അതിനപ്പോൾ ഇവിടെ എത്രയാണ് നമ്മൾ മാറ്റേണ്ടത്? ഗുഡ്വിൽ അക്കൗണ്ടിൽ നിന്ന് 6,000. ഗുഡ്വില്ല് റേസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനെ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ 6,000 രൂപ ഗുഡ്വിൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ഇനി അത് അവരുടെ റേഷ്യോയിൽ രാമും റഹീമും അല്ലേ? അപ്പോൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് വരും. ഡെബിറ്റ് ചെയ്താൽ പോരെ? കൊണ്ടുവന്നപ്പോൾ അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയല്ലേ ചെയ്തത്. അപ്പോൾ ഇനി അത് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആ 6,000-നെ നമ്മളിവിടെ റൈറ്റ് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ 6,000 ആണ്. 6,000 ഇൻറ്റു 3/5 6,000 ഇൻറ്റു 2/5. അങ്ങനെ അവരുടെ എത്രയാണ് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് വരുന്ന എമൗണ്ട് എന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് ഈ കേസിൽ ജേർണൽ എൻട്രി എഴുതുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരൊറ്റ പ്രോബ്ലം മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സാധാരണ അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറില്ല. എങ്കിലും സിലബസിലുള്ളത് കാരണം ഒരെണ്ണം ഒന്ന് ഡിസ്കസ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, താങ്ക് യു.